അമ്മ ഞാൻ വൈകേശിന്റെ അടുത്ത് കളിക്കാൻ പോന്നെ. ഈ സന്ധ്യക്കാ വേഗം പോയിട്ട് വന്നാവാ. അച്ഛൻ ഇപ്പം വരും. വേഗം പോയിട്ട് വന്നേ. ഓ പോയാളെ കാണുന്നില്ലല്ലോ. ഞണ്ടാന്ന് വാങ്ങിന്ന് വിളിച്ചു പറഞ്ഞിന്. തീയലും പറ്റിച്ചു വെക്കാം. അല്ലപ്പ നിങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് എത്ര സമയം? ഞാൻ കയറി ഞാൻ ഇനി എപ്പാ വെക്കേണ്ടത്? സമയം അത്രയും വൈകിയാ? എനിക്ക് കണ്ട നടന്നെത്തണ്ടേ? വണ്ടിയില എനിക്കറിയില്ലേ? ഇതാന്നാ പെട്ടെന്ന് നോക്കിക്കോ. തീയെല്ലാം പറ്റിച്ചല്ല. കണ്ടോന്താർന്ന വാങ്ങിനി ആ ഏച്ചിന്റെ അടുത്തുനിന്നല്ലേ? എന്നാ കൊറച്ചുണ്ടാവും. ഇതില് പരലും കാണുന്നുണ്ടല്ലോ. കണ്ണന്തറ പിന്നെ ഏച്ചല്ലാണ്ട് പിന്നെ ആരെ കൊണ്ടക്കില്ല മീൻ. ഏച്ചി നല്ലവണ്ണം തരും. അതിൽ പരലേ അത് വെറുതെ ഇട്ട് തന്നെയോ? പരല് നാളെ ആക്കാം. രണ്ടിപ്പാ ഇങ്ങനെയാക്കുന്നു. ഇതാദ്യം വേവിച്ചിട്ടാ? ഉപ്പിട്ട് വേവിച്ചിട്ട് അല്ലേ? ബന്ധുവാ നല്ല കളർ മാറിയിട്ടുണ്ടല്ലോ. കളറില് നല്ല ചുവന്ന കളറായിട്ടുണ്ട് അല്ലേ? ബന്ധു അല്ലേ? ഇനീന്റെ തോടലും തഞ്ഞിട്ട് തോടലും പൊട്ടിക്കണം അല്ലേ? കളിക്കുന്നു. അപ്പൊ നമ്മുടെ ഞണ്ട് വെന്തിട്ടുണ്ടേ. നമ്മുടെ ഉപ്പും ചേർത്ത് വേവിച്ച് നമ്മുടെ ഞണ്ടിനി ഒരു പാത്രത്തിലേക്ക് ഒരു മാറ്റാം. എന്താ കളറ്, അടിപൊളി കളറ്. അപ്പൊ നമ്മുടെ ഞണ്ട് തണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തോടലൊന്ന് പൊട്ടിച്ചിടാം. പൊള്ളുന്നുണ്ടാ? രണ്ടിന്റെ മാംസെല്ലാം ഇട്ട് വന്നിട്ടുണ്ട്. കയ്യിലൊന്ന് പൊട്ടിച്ചിടാം ആദ്യം. വലിയ കൈ എടുക്കണ്ടേ? വലിയ കൈ വേണം. അത് പറയടാ. കച്ചറകളുണ്ടേ? കച്ചറലും കളയാം. നല്ല വൃത്തി വന്നുമല്ല. ഇത് പച്ച ഇങ്ങനെ തിന്നല്ല. ഇപ്പൊ ഉപ്പ് പറ്റിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ അറിയില്ലേ? നമ്മുടെ തോടലം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട് അല്ലേ? ആയില്ലേ? ഉള്ളിയെല്ലാം മുറിച്ചായ കറിവേപ്പില ഇതാ. പച്ചമുളക് കുറച്ച് തരുവാ. പച്ചമുളക് എന്റെ ബാക്കിൽ നിൽക്കുന്നു. എന്താ പച്ചമുളക്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളെ കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ സവാള, പച്ചമുളക്, തക്കാളി, അതുപോലെ തന്നെ മറ്റ് മസാലപ്പൊടികളുണ്ട്. മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഉണ്ടാ? മല്ലിപ്പൊടി, നമ്മളെ മുളക് പൊടിയേ. എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റല്ലേ? ഞണ്ട് റോസ്റ്റ് തയ്യാറാക്കാം. അപ്പം നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് കൊടുക്കുക. ചട്ടി എടുത്തോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ആദ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി. അടുത്ത നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കുക. സവാള, നമ്മളിങ്ങോട്ട് ഉള്ളി എന്നാണ് പറയല്. വലിയ ഉള്ളി. ലാവുള്ളിയാ? ഉള്ളിയെ അടുത്ത നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുക. തക്കാളി. കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടേ.
നമ്മൾ ഞണ്ട് വേവിക്കുമ്പം ഉപ്പിട്ടിട്ടാണ് വേവിച്ചിനി. കുറച്ചിട്ടോ. നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇപ്പം നല്ല ഫ്രഷ് കറിവേപ്പിലയാണല്ലേ. അതില്ലേ പൊടി ചേർക്കാനായില്ലേ? ചേർത്ത് വന്നാൽ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി, നമ്മുടെ കാശ്മീരി മുളക് പൊടി, കുറച്ചരി കൂടാ. ഓക്കെ, ഈ മല്ലിപ്പൊടിയാ, കുറച്ച് മല്ലിപ്പൊടി, ഇതിനകത്ത് കുരുമുളക് പൊടിയുണ്ട്. കുരുമുളക് പൊടി ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നതാ. കുറച്ച് ഗരം മസാല. ഓക്കെ, അപ്പം മസാലയോട് പച്ചമണലും നിറട്ട് കുറച്ച് ചൂടോടെ ഒഴിച്ച് കൊടുക്കുക. ആദ്യം വേണ്ടല്ല, ഇളക്ക്. അപ്പോൾ നമ്മുടെ മസാല നല്ല വൃത്തി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഞണ്ട്, നമ്മുടെ വേവിച്ച് വെച്ചാൽ നമ്മൾ ഞണ്ട് ഇട്ട് കൊടുക്കുക. വന്നുകൊണ്ട് പെട്ടെന്ന് മസാലയിൽ കയറി പിടിക്കുന്നുണ്ടോ അല്ലേ? മസാല ഒന്ന് പിടിക്കുന്നുണ്ട്. മസാല ഒന്ന് പിടിച്ചെടുക്കുക. ഓക്കെ, മസാല കളഞ്ഞിട്ടൊന്ന് പോകട്ടെ. ഇനി അടുത്തത് നമ്മുടെ തേങ്ങ ചെരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാവട്ടെ അല്ലേ? സംഭവം ഏകദേശം റെഡിയായി. നല്ല മണം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ രാത്രി അത്താഴം ഞാൻ കഴിക്കലായി. എന്താ നമ്മുടെ ഞണ്ട് റോസ്റ്റ് കിട്ടി. കുറച്ചത് നല്ല മണം. വില്ലാഷ് അത്രയൊന്നും വേണ്ട, എനിക്ക് മതി. മതിയാക്കില്ലേ? എന്നാൽ കഴിക്കട്ടെ. ചാറുണ്ടോ? റോസ്റ്റ് മതി. ആദ്യം ഇതിൻ്റെ മസാല നോക്കട്ടെ. മസാല ഒന്ന് നല്ല ചൂടുണ്ട്. ചോറിലേക്ക് കുഴക്കുക. അടിപൊളി മസാല കേട്ടോ. ആ കുരുമുളക് നല്ല എരിവുണ്ടേ. ഞണ്ട് റോസ്റ്റ് എരിവ് വേണം, അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. പൊട്ടിച്ചോട്ട് എൻ്റെ തോട് പൊട്ടിച്ച് അടിപൊളി. ഞണ്ട് തിന്നാൻ കുറച്ച് പെട്ടെന്ന് തിന്നാൻ പറ്റൂല, പണിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം അടിപൊളി, ഒന്നും പറയാനില്ല.